ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ പ്രിവ്യൂലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ട്രാൻസ്മിഷൻ എഫക്റ്റ് എങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ CapCut വെച്ചിട്ടാണത് ക്രിയേറ്റ് ചെയ്യുന്നത്. CapCut ഓപ്പൺ ചെയ്യുക. CapCut ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട വീഡിയോ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ള പോലത്തെ വീഡിയോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് പിൻട്രസ്റ്റ് വഴി ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോ ആഡ് ചെയ്യണം. അപ്പോൾ ഓവർലേ എന്നുള്ള സെലക്ട് ചെയ്യുക, ആഡ് ഓവർലേ കൊടുക്കാം. എന്നിട്ട് രണ്ടാമത്തെ വീഡിയോയും ആഡ് ചെയ്തിട്ട് സ്ക്രീൻ ഇങ്ങനെ ഫുള്ളാക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ വരെ ഈ വീഡിയോ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ട്രെയിനിൻ്റെ രണ്ടാമത് ആഡ് ചെയ്ത ഈ ട്രെയിനിൻ്റെ വീഡിയോ സെലക്ട് ചെയ്തിട്ട് മാസ്ക് കൊടുക്കുക. മിറർ മാസ്കാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് ഈ ട്രെയിന് മാത്രം കാണുന്ന രീതിയിൽ അതാക്കി കൊടുക്കുക. അതിൻ്റെ ആംഗിളൊക്കെ നമുക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മാറി അടുത്തൊരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മാസ്ക് കൊടുക്കുക. എന്നിട്ട് ഈ താഴെ കാണുന്ന ആരോ ഇങ്ങനെ പതുക്കെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. കുറച്ചുകൂടെ നീങ്ങിയിട്ട് ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും മാസ്ക് എടുക്കുക. വീണ്ടും കുറച്ചുകൂടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ടിക്ക് ചെയ്യുക, കീ ഫ്രെയിം ആഡ് ചെയ്യുക, മാസ്ക് കൊടുക്കുക, ഡ്രാഗ് ചെയ്യുക. ഈ പ്രോസസ്സ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ രണ്ടാമത് ആഡ് ചെയ്ത വീഡിയോ ഇങ്ങനെ കറക്റ്റായിട്ട് തെളിഞ്ഞു വരുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ അതൊക്കെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നിന്നിങ്ങനെ ട്രാൻസ്മിഷനായിട്ട് രണ്ടാമത്തെ വീഡിയോ വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു ഒരു 2 വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ട്രാൻസ്മിഷൻ എഫക്റ്റ് കാണിച്ചു തന്നെന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് വെച്ച് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് പല എഫക്റ്റുകളും ഇതിനേക്കാൾ നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള പല എഫക്റ്റുകളും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പല വീഡിയോയിൽ നിന്ന് ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് മാറുന്ന ടൈപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു അതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് 2 വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതത്ര പെർഫെക്ഷൻ ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. പക്ഷേ ഇങ്ങനെയാണ് അതെങ്ങനെയാണ് പിന്നെ ട്രാൻസ്മിഷൻ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കിടിലം വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.